സന്തോഷിക്കുകയാ. അള്ളാഹ് അവനക്ക് കയ്യും കാലും കണ്ണും ഒന്നും കൊടുത്തില്ലെങ്കിലും ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സന്തോഷിക്കുകയാ. അപ്രകാരം തന്നെ അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ലാ യദ്ഖുലുൽ ജന്ന, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹ് സ്വർഗ്ഗം തരില്ല. 3 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല. ഒന്നാരെന്നറിയോ? ശാരിബുൽ ഖംർ, കള്ള് കുടിക്കുന്നവൻ. പ്രത്യേകിച്ച് ചാരിയത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ പരിശുദ്ധമായ ബഹറിൽ പോയിട്ട് ആർത്തലച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാലകളോട് മഞ്ഞിട്ടുകൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് മീൻ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ചാരിയത്തെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അള്ള തരുന്ന സമ്പത്ത് കൊണ്ടുപോയിട്ട് കള്ള് ഷാപ്പിൽ ചിലവഴിക്കല്ല മോനെ. റസൂലുള്ളാഹി പറഞ്ഞു കഴിഞ്ഞു, കള്ള് കുടിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വലലൈസ മിൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനും അവനും തമ്മിലൊരു ബന്ധവുമില്ല. അവനെ കണ്ടാൽ ഞാൻ പുറംതിരിഞ്ഞു നിൽക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തേത് ശാരിബുൽ ഖംർ, രണ്ടാമത്തേത് ആർക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് വൃദ്ധസദനത്തിന്റെ അകത്തളങ്ങളിലേക്ക് പാവപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടാക്കുന്നവരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കില്ലെന്ന് ലോകത്തിന്റെ ഗുരുവേ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തേതോ അല്ലഹാനി മുതഹാസിമാൻ, പരസ്പരം തെറ്റിക്കഴിയുന്ന സഹോദരന്മാര്. ഒരു ഉമ്മ വെച്ച മക്കളാണ്, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന മക്കളാണ്. പക്ഷേ പരസ്പരം കണ്ടിട്ട് മിണ്ടുന്നില്ല, പരസ്പരം കണ്ടിട്ട് ചിരിക്കുന്നില്ല. അങ്ങനെയുള്ള 2 സഹോദരന്മാർക്കും അള്ളാഹുവിന്റെ സ്വർഗ്ഗം തരില്ലെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മൾ അവന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.